Thank you, Dhanesh Doctor, and thank you, English team. And നമുക്കപ്പോൾ മലയാളം സെക്ഷൻ തുടങ്ങാം. ഇന്ന് IFPHന്റെ അന്തർദേശീയ സൂം വെബിനാറിന്റെ മലയാള സെക്ഷന്റെ 2029 ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിലേക്ക് ഇന്നേ ദിനം ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ ഹോമിയോപ്പതി ഡോക്ടേഴ്സിനെയും സ്റ്റുഡൻസിനെയും ഹോമിയോപ്പതി സ്നേഹിതരെയും ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യം നമുക്കൊന്ന് ഈശ്വരനെ ധ്യാനിച്ചിട്ട് തുടങ്ങാം. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഡോക്ടർ ജി ഹരികുമാർ സാറാണ്. സാറിന് MD ഹോമിയോപ്പതി ഉണ്ട്, അതുപോലെ തന്നെ അലോപ്പതിയിൽ MD ഉണ്ട്, ഹോമിയോപ്പതിയിൽ MD ഉണ്ട്, അലോപ്പതിയിൽ MD ഉണ്ട്, അതുപോലെ തന്നെ LLB ചെയ്തിട്ടുണ്ട്. സാറിന് ഒരുപാട് ക്ലാസ്സസ് നമുക്ക് പ്ലാറ്റ്ഫോമിൽ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സാറാണ്. അപ്പൊ സാറിന്റെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ചികിത്സയും പ്രതിരോധവും ഹോമിയോപ്പതിയിലൂടെ എന്ന വിഷയത്തിലാണ്. അപ്പൊ നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി എത്രയും ആദരവോടെ തന്നെ സാറിനെ ക്ലാസ് എടുക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. സാർ കേൾക്കുന്നുണ്ടോ? ഹലോ. കേൾക്കാം സാർ. കേക്കോ? കാണുന്നുണ്ടോ? കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഫോർ ദ നൈസ് ഇൻട്രൊഡക്ഷൻ. ആക്ച്വലി ക്ലാസ് ഞാൻ ഇതേ സബ്ജക്റ്റ് കഴിഞ്ഞ ആഴ്ച ഇംഗ്ലീഷിൽ എടുത്തിരുന്നു. അപ്പോഴും എന്നോട് കുറെ പേര് വിളിച്ചു പറഞ്ഞത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് സാർ ഡോക്ടർ പോകുന്നത്, അത് ഒന്നും എഴുതിയെടുക്കാൻ പോലും പറ്റുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് ഞാൻ ഇന്ന് വളരെ പോകാൻ ഉദ്ദേശിക്കുന്നു. ആക്ച്വലി ഇതില് പറഞ്ഞെങ്കിലും എന്റെ ഹലോ സ്ക്രീൻ ഷെയറിംഗ് ഉണ്ട്. ഡോക്ടർ അഞ്ജിത ചെയ്തോളൂ. ഉണ്ടോ? പറഞ്ഞാൽ മതി എപ്പോ ചെയ്യണമെന്നുള്ളത്. തുടങ്ങിക്കോ. ഓണാക്കിക്കോളൂ. ഷെയർ ചെയ്തു കാണാമല്ലോ അല്ലേ എന്നെ? കാണാം, ക്ലിയർ ആണ്. വിസിബിൾ അല്ലേ സാർ? വിസിബിൾ ആണ്. ഓക്കെ. ആക്ച്വലി സ്ലൈഡ് ഷോയിലൂടെ ഓങ്കോളജി 2 പാർട്ടായിട്ടാണ് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ മെയിനായിട്ട് ട്രീറ്റ്മെന്റ് ഇപ്പം തന്നെ IFPHന്റെ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നുണ്ട്, പല ഡോക്ടേഴ്സും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് ലാസ്റ്റ് പാർട്ടായിട്ട് ചെയ്യാമെന്ന് വെച്ചു. അതൊരു പ്രിവെന്റീവ് ഓങ്കോളജി, അതാണ് ഞാൻ എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക്. കാരണം നമ്മളടുത്ത് ഹോമിയോപ്പസിന്റെ അടുത്ത് പ്രധാനമായിട്ടും വരുന്നത് ആ പാർട്ട് പ്രിവെന്റീവ് ആസ്പെക്റ്റിലാണ്, അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണ് നമ്മളടുത്ത് വരുന്നത്. ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഡയറക്റ്റ് ആയിട്ട് വരുന്നത് വളരെ അപൂർവമായിട്ടാണ് എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ 48 വർഷമായിട്ട് ഹോമിയോ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. ഞാൻ അലോപ്പതി ആണെങ്കിലും 99.9% ഹോമിയോ ആണ് ചെയ്യുന്നത്. അതിൽ ക്യാൻസർ ചികിത്സിക്കാൻ തുടങ്ങിയിട്ട് 40 വർഷമായി. അതിൽ വളരെ ആക്റ്റീവായിട്ട് ആ ഫീൽഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 25 years ആയി. അപ്പോഴെൻ്റെ നിഗമനങ്ങളൊക്കെ ചിലപ്പം ഹോമിയോപ്പതി ഇൻ ജനറൽ എഗ്രി ചെയ്യത്തില്ലായിരിക്കും. കാരണം ഞാൻ കഴിഞ്ഞ IFPHന്റെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു സ്പെസിഫിക് പൊട്ടൻസീസ് മെഡിസിൻ ഉണ്ട്, അങ്ങനെ കൊടുക്കുവാണെങ്കിൽ ആ പൊട്ടൻസി കൊടുക്കുവാണെങ്കിൽ പർട്ടിക്കുലർ ഓർഗൻ ഓർ പർട്ടിക്കുലർ ഡിസീസ് ഓർ പർട്ടിക്കുലർ ഡിസീസ് സിൻഡ്രോം ഓർ പർട്ടിക്കുലർ പെത്തോളജിയിൽ തന്നെ ആക്ട് ചെയ്യും. ജസ്റ്റ് ലൈക്ക് എ ഗൺ ഷോട്ട് ചെയ്യാൻ സാധിക്കും. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മളുടെ മെഡിസിൻസ് പ്രൂവ് ചെയ്തിരിക്കുന്ന മിക്കവാറും ഒരു പൊട്ടൻസിയില് അല്ലെങ്കിൽ ടിഞ്ചറില് അല്ലെങ്കിൽ 3Xല് അങ്ങനെയായിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പോഴും നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് കിട്ടി. ആ സിംറ്റത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു മെഡിസിൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചില ഓർഗൻസുമായിട്ട് അല്ലെങ്കിൽ ചില ടിഷ്യൂസുമായിട്ട് ആ മെഡിസിന് വളരെ അഫിനിറ്റി ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇഫ് യു പ്രൂവ് ഡിഫറെന്റ് പൊട്ടൻസീസ്,
അത് ടിഞ്ചർ മുതൽ അങ്ങ് ഹയസ്റ്റ് പൊട്ടൻസി വരെ ഡിഫറെന്റ് പൊട്ടൻസീസ് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആക്ഷൻ ഓൺ പെർട്ടിക്കുലർ ടിഷ്യൂ ഓർ പെർട്ടിക്കുലർ പെത്തോളജി ഓർ പെർട്ടിക്കുലർ ഓർഗൻ അങ്ങനെ തന്നെ കിട്ടാൻ സാധിക്കും. അങ്ങനെ ഞാൻ ഏതാണ്ട് ഒരു 10-90 മെഡിസിൻസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞാൻ പിന്നൊരു ക്ലാസ്സിൽ പറയാം. ഞാൻ 100% പറയുന്നു. ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ IHKക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് എക്സാമ്പിൾസ്. ആ പൊട്ടൻസി കൊടുത്തു കഴിഞ്ഞാൽ ഗൺ ഷോട്ട് ഇഞ്ചുറി പോലെ ആ സ്പെസിഫിക് ഡിസീസിന് അല്ലെങ്കിൽ പെത്തോളജിയിൽ ആക്ട് ചെയ്തിരിക്കും 100%. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന മനസ്സിലാക്കിയാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഈ പ്രിവെന്റീവ് ഓങ്കോളജി പറയാൻ പോകുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അത് ഞാൻ സത്യസന്ധമായിട്ട് പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും വെരിഫൈ ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും അതിൽ റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും അത്ര ഞാൻ ഫേം ആയിട്ടാണ് പറയുന്നത്. ഇത് നിങ്ങൾ കൊടുത്താൽ മാറിയിരിക്കും എന്ന് എനിക്ക് പറയാനുള്ള ധൈര്യമുണ്ട്. ഏതാന്ന് ഞാൻ എപ്പോഴും, അതുകൊണ്ട് പലരും എന്നെ ചിലപ്പോൾ പറയും അയാൾ ഭയങ്കര ആകാരിയാന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. ഞാൻ എന്ത് പറഞ്ഞാലും അത് വളരെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. കാരണം എനിക്ക് ഈ 48 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത്. രണ്ടാമത് നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് സ്ട്രോങ് ആയിട്ട് പറയണം. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഔട്ട് ഓഫ് ദ ടോപ്പിക് ആണെങ്കിൽ ഞാൻ പറയാം. നമ്മളിവിടെ കോവിഡിന് വേണ്ടി ആഴ്സനിക് ആൽബ് കൊടുത്തിരുന്നല്ലോ. ആഴ്സനിക് ആൽബ് കൊടുത്തപ്പോൾ പല അലോപ്പതി ഡോക്ടർമാരും വെല്ലുവിളിച്ചു, അത് സയന്റിഫിക് അല്ല, അങ്ങനെ ഇല്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം എന്താന്ന് പറഞ്ഞാൽ, ഒരു ഹോമിയോ ഡോക്ടറും സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. എന്നോട് എന്ത് വിരോധം തോന്നിയാലും എനിക്ക് വിരോധമില്ല. പക്ഷെ ഞാൻ ഒരു പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു, അതിനെ വെല്ലുവിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്നറിയോ? ഒരു പ്ലാറ്റ്ഫോമില് നിങ്ങൾ എൻ്റെ കൂടെ വരിക, ഒരു സ്റ്റോറിൽ നിന്ന് ആഴ്സനിക് ആൽബ് 30 സീൽഡ് ബോട്ടിൽ വാങ്ങിക്കാം. നമുക്കത് ട്രോംബെ അറ്റോമിക് സെന്ററിലോ അല്ലെങ്കിൽ ICMRലോ അല്ലെങ്കിൽ CSIRലോ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ആഴ്സനിക് ആൽബിന്റെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ആഴ്സനിക് ആൽബിന്റെ മോളിക്യൂൾസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 കോടി രൂപ ഞാൻ തരാം. ആഴ്സനിക് ആൽബിന്റെ സൈഡ് ഇഫക്ട്സ് ഉണ്ടെന്നാണ് ഈ ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 1 കോടി രൂപ തരാം. അതല്ല തിരിച്ചാണെങ്കിൽ നിങ്ങൾ 2 കോടി രൂപ തരണം. സമ്മതമാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആരും വന്നിട്ടുമില്ല, പോയിട്ടുമില്ല. അത് അവിടെ ഇരിക്കട്ടെ. അതുപോലെ അത്രയും ഫേം ആയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് എൻ്റെ എക്സ്പീരിയൻസിനെ ഡിപ്പെൻഡ് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആ ടോപ്പിക്കിലോട്ട് കിടക്കാം. എൻ്റെ പാട്ടെന്ന് പറയുന്നത് പ്രിവെന്റീവ് ഓങ്കോളജി ആണ്. നോട്ട് ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസേഴ്സ് ബട്ട് ദ പ്രിവെൻഷൻ ഓഫ് ക്യാൻസേഴ്സ്. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് 3 തരത്തെ വിഭാഗമായിട്ട് അതിനെ തിരിക്കാം. ആക്ച്വലി പ്രിവെന്റീവ് ഓങ്കോളജി, റോൾ ഓഫ് ഹോമിയോപ്പതി ആൻഡ് ഔട്ട്ലുക്ക്, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളടുത്ത് വരുന്ന പേഷ്യൻസിനെ 3 ആയിട്ട് തരംതിരിക്കാൻ സാധിക്കും. 1 പ്രീ ക്യാൻസറസ് ഫേസിലുള്ള പേഷ്യൻസ്, 2 ക്യാൻസറസ് ഫേസിലുള്ള പേഷ്യൻസ്, 3 പോസ്റ്റ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പോസ്റ്റ് ക്യാൻസറസ് ഫേസ്. അപ്പോൾ അങ്ങനെ 3 ആയിട്ട് തിരിക്കാൻ സാധിക്കും. കാരണം അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇതിന് പ്രാക്ടിക്കൽ സൈഡൊന്നുമില്ല, നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം 3 ആയിട്ട് തിരിക്കുന്നു. 1 പ്രീ ക്യാൻസറസ് ഫേസ്, 2 ക്യാൻസറസ് ഫേസ്, 3 പോസ്റ്റ് ക്യാൻസറസ് ഫേസ്. ഈ പ്രീ ക്യാൻസറസ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൊഫൈലാക്റ്റിക് ആസ്പെക്റ്റിലാണ്, പ്രിവെന്റീവ് ആസ്പെക്റ്റിലാണ്. അത് തന്നെ നമുക്ക് പ്രീ ക്യാൻസറസ് ഫേസ് ഫെമിലിയൽ ആയിരിക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫാമിലീസിൽ ഇങ്ങനെ ക്യാൻസർ റൺ ചെയ്യാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ ക്യാൻസർ പറയുകയാണെങ്കിൽ കൊളോൺ ക്യാൻസർ അല്ലെങ്കിൽ ഗാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ക്യാൻസേഴ്സ് ഫാമിലീസിൽ റൺ ചെയ്യാം. അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഫീമെയിൽസിൽ റൺ ചെയ്യാം. അപ്പോൾ അതാണ് ഫെമിലിയൽ ടെൻഡൻസി. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു ഫാമിലിയിൽ 2 സ്ത്രീകൾക്ക് 3 സ്ത്രീകളുണ്ട്. അതിൽ 2 സ്ത്രീകൾക്ക് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ, ദർ ഈസ് എ ഹൈ
ചാൻസ് ഫോർ ദ തേർഡ് പേഴ്സൺ. അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്നുണ്ട്, എങ്കിലും ദർ ഇസ് എ ചാൻസ്. അതിപ്പം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നിയറസ്റ്റ് ബ്ലഡ് റിലേറ്റീവ്സിന് അതും സാധിക്കും. അപ്പോൾ അതാണ് ഫസ്റ്റ് ഒരു പ്രിവെൻഷൻ എന്ന് പറയുന്നത്. പ്രോൺ ടു ക്യാൻസേഴ്സ് ഫാമിലി മെമ്പേഴ്സിനെ പ്രിവെന്റീവ് കൊടുത്ത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കേണ്ടതാണ്. അടുത്തത് വരുന്നത് പ്രീ മാലിഗ്നന്റ് ഡിസീസസ് ആണ്. പ്രീ മാലിഗ്നന്റ് ഡിസീസ് നിങ്ങൾക്ക് അറിയാം, ഞാനൊന്ന് അതിന്റെ ഡീറ്റെയിലോട്ടൊന്നും പോകുന്നില്ല, പേരുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചില മോൾസ്, ചില ന്യൂറോഫൈബ്രോമസ്, ഡെർമോയിഡ് സിസ്റ്റ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്, ല്യൂക്കോപ്ലേക്കിയ, അഡിനോമയോസിസ്, ഫൈബ്രോയിഡ് സിസ്റ്റ്, PCOD തന്നെയുണ്ട്, അഡിനോമ തൈറോയിഡ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ പോളിപ്പോസിസ് ഉണ്ട്. നെക്സ്റ്റ് വൺ പ്ലീസ്. ന്യൂറോഫൈബ്രോമാസ് ഉണ്ട്, ഡെർമോയിഡ് സിസ്റ്റ് ഓവറി ഉണ്ട്, ഫൈബ്രോയിഡ് അൾസർ സ്റ്റേജിലുള്ളതുണ്ട്, ഫൈബ്രോയിഡിനോസിസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇറ്റ് ക്യാൻ ബി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. നെക്സ്റ്റ് വൺ പ്ലീസ്. ഇത്രയും കണ്ടീഷൻസ്, അതുപോലെ തന്നെ പേജസ് ഡിസീസ്, റോഡന്റ് അൾസർ, സിസ്റ്റിക് മാസ്റ്റൈറ്റിസ്, ചില വാട്ടി ഗ്രോത്തുകൾ, ചില ബ്രെയിൻ ട്യൂമേഴ്സ്, ബിനൈൻ ട്യൂമേഴ്സ് ക്യാൻ ചേഞ്ച് ഇൻ ടു മാലിഗ്നൻസി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഹൗ യു ക്യാൻ പ്രിവെന്റ് ഫ്രം ചേഞ്ചിങ് ദിസ് പ്രീ ക്യാൻസറസ് സ്റ്റേറ്റ് ഓർ പ്രീ ക്യാൻസറസ് കണ്ടീഷൻ ടു മാലിഗ്നൻസി, അതും ഒരു പ്രിവെന്റീവ് ആസ്പെക്ട് ആണ്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ഒരെണ്ണം ഫെമിലിയൽ ടെൻഡൻസി ഉള്ളവർക്ക് ക്യാൻസർ വരാതിരിക്കാനുള്ള പ്രിവെൻഷൻ. സെക്കൻഡ് വൺ, പ്രീ ക്യാൻസറസ് ലീഷൻസ് ഉള്ളവർക്ക് അത് ക്യാൻസർ ആയിട്ട് ചേഞ്ച് ചെയ്യാതിരിക്കാനുള്ള പ്രിവെന്റീവ് ആസ്പെക്ട്. തേർഡ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് വൺ പ്ലീസ്. പൊട്ടൻഷ്യൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്, അതായത് നോൺ ഫീഡഡ് ബ്രസ്റ്റ്, അതുപോലെ തന്നെ നോൺ പ്രഗ്നന്റ് യൂട്രസ്, മൾട്ടിപ്പിൾ പ്രഗ്നൻസി, മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്നേഴ്സ്, സിറോസിസ് ഓഫ് ലിവർ, സിറസ് ബ്രസ്റ്റ്, സ്മോക്കേഴ്സ്, സെർവൈക്കൽ വൈറൽ ഇൻഫെക്ഷൻസ്, ബ്രെയിൻ സ്കാർസ്, ആൽക്കഹോളിസം, ഡ്രഗ് യൂസ്. നെക്സ്റ്റ് പ്ലീസ്. Next, please. So these states or these conditions can, what I said earlier is certain potential states like multiple sex partners, അതുപോലെ chronic cervicitis, especially viral chronic cervicitis. All these can lead to malignancy, which you can prevent by means of homeopathic medicine. And the third one is, second one is pre-cancerous phase. Cancerous phase means already there is a cancer which was treated or which was removed. The whole course of the treatment has completed, but it can recur after a time. As you know, when you suppose there is a cancer and you took a surgical treatment, then chemo treatment, then irradiation or radiation. All the three modalities, main modalities of treatment is completed. And if you ask the doctor, usually the doctor will say, okay, now you are in good condition or your prognosis is very good, but there is a chance to recur after 5 to 10 years. So that recurrence after 5 to 10 years can be prevented by means of homeopathy. That is the main role of the homeopathy. In majority of the cases, except a few cancers, all of the cancers, there is a remote chance of recurrence. If a doctor, if an oncologist says that your cancer is 100% cured after undergoing surgery, after taking chemo, after taking radiation, that means only you are safe for 5 years to 5 to 10 years. After 5 to 10 years, it can recur. But there are few cancers which may not recur, but majority of the cancers will recur. That is the main part where homeopathy can do. The recurrence of cancers can be prevented by giving homeopathic medicines to a certain extent. Not 100%, but it is the result is very, very, very encouraging. 70 to 80% you can prevent. I had a
for your confirmation. I had a case of a CA prostate. Even now, he is living with multiple spread. He is living for the last 22 years. 22 years. There is another cancer, an old lady, cancer of the tongue. All the modalities of treatment completed, and now she is living for 25 years. But invariably, she's living with multiple lymph nodes also. She came to me with multiple lymph nodes, but for the last 24 years, she's living without any problem. So such results you can with homeopathic medicines. That is the second scope of homeopathy in the prevention. That is cancerous phase after treatment. Further recurrence can be prevented. There is another very encouraging result is there was a lady. She's having brain tumor, and within a span of 4 years, she underwent 3 surgeries because of the recurrence of the brain tumor. Within a span of 4 years, 3 times the brain tumor occurred, and it was operated in a means neurological center, and they said it will recur after. Again, it may recur also. The doctors gave that opinion. So they came on the 4th time when it recurred to me. I mean, the 4th time when it recurred, somebody told me, and they came to me. And when I took the investigations and all, it was found to be a very large tumor. Actually, she is having paralysis of one side. She lost the speech also, and she was taken in ambulance. And I said, this time you go and do a surgery, because it being a very large mass, you cannot, and she's being paralyzed, and aphonia or loss of speech is there. So you go and do a surgery and come to me so that I can see whether it is recurring or not. They went and they did operation in a major hospital, and they came to me. Now it is 18th year, no recurrence. And she is okay. She regained everything. She is walking. She is doing the household duties and all. But so such a wonderful indication, or a wonderful use for the cancerous phase of non-recurrence by means of homeopathy. So that is the second one. And the third one is post-cancerous phase or post-treatment phase. There, the main prevention is the complications of the treatment as well as complication of the existing tumor. For example, the bleeding or strictures, ulcerations, constipation, then vomiting, then neuritis, then epilepsies, then alopecia, then infertility, then skin problems, then pain. All this can be prevented by means of homeopathic medicine. That is usually the post-cancerous phase prophylaxis means mainly the complications of this treatment and all. That is, you can prevent the complication of the chemotherapy, like ulcerations, vomiting, constipation, diarrhea, neuritis, and the strictures resulting in sphincteric actions, epilepsy, alopecia. All this can also be prevented by means of homeopathic drugs. And that is the third variety, which is the third phase of post-treatment complications. Okay. നമ്മുടെ Sorry. മലയാളം സെക്ഷൻ ആയതുകൊണ്ട് മലയാളത്തിൽ പറയാവോന്ന് ചോദിച്ചിട്ടുണ്ട് കമന്റ്സിൽ. ഓ ശരി. അതായത് ഞാൻ പെട്ടെന്ന് മാറിപ്പോയതാ. ശരി. അതായത് ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നാമത്തേതെന്ന് പറയുന്നത് കുടുംബപരമായിട്ട് ക്യാൻസർ റൺ ചെയ്യാൻ സാധിക്കും. അതിനെ നമുക്ക് മറ്റുള്ളവർക്ക് വരാതെ, മറ്റു കുടുംബാംഗങ്ങൾക്ക് വരാതെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ഒന്ന്. രണ്ടെന്ന് പറയുന്നത് ചില
അസുഖങ്ങൾ ക്യാൻസറിലോട്ട് മാറാം. അതിനാണ് പ്രീ മാലിഗ്നന്റ് എന്ന് പറയുന്നത്. അത്തരം അസുഖങ്ങൾ ക്യാൻസറിലോട്ട് മാറുന്നത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത്. മൂന്നാമത്തേന്ന് പറയുന്നത് ചില കണ്ടീഷൻസ് അല്ലെങ്കിൽ ചില അസുഖങ്ങൾ ഭാവിയിൽ ക്യാൻസറായിട്ട് മാറാൻ സാധിക്കും. അതിന് എക്സാമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞത് ലൂക്കോപ്ലൂക്കിയ എന്ന് പറയുന്നത്, അക്ലേഷ്യ കാർഡിയ എന്ന് പറയുന്നത്, ഫിഷറിനേനോ എന്ന് പറയുന്നത്, അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുന്നത്. അത്തരം രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. അത് അടുത്ത് പറഞ്ഞത് ഞാൻ രണ്ടാമത്തെ വെറൈറ്റി, അതായത് ക്യാൻസറസ് ഫേസിൽ ഉണ്ടാകുന്ന ട്രീറ്റ്മെന്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് 3 മൊഡാലിറ്റീസ് ഓഫ് ട്രീറ്റ്മെന്റ് എടുത്താലും 5 to 10 years കഴിയുമ്പോൾ മിക്കവാറും ക്യാൻസേഴ്സ് റെക്കർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ റെക്കറൻസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹോമിയോ മെഡിസിൻസ് ഉപയോഗിക്കാം. മൊഡാലിറ്റീസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അലോപ്പതിയിൽ ചെയ്യുന്നത് സർജറിയാണ്, അല്ലെങ്കിൽ കീമോയാണ്, അല്ലെങ്കിൽ റേഡിയേഷനാണ്. ഇത് മൂന്നും എടുത്താൽ തന്നെയും നല്ലൊരു ശതമാനം ക്യാൻസേഴ്സും റെക്കർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ റെക്കറൻസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതാണ് സെക്കൻഡ് വെറൈറ്റി എന്ന് പറയുന്നത്. തേർഡ് വെറൈറ്റി എന്ന് പറയുന്നത് ഈ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന ചില കണ്ടീഷൻസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹോമിയോ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് സ്ട്രിക്ചറിന്റെ ഫങ്ഷൻസ് ലോസ് ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രിക്ചേഴ്സ് ഉണ്ടാവുക, എസ്പെഷ്യലി യൂറിത്രൽ സ്ട്രിക്ചേഴ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ ആംബുലാഫേറ്ററിൽ സ്ട്രിക്ചർ ഉണ്ടാവുക, ഈവൻ ഇൻറ്റസ്റ്റൈനിൽ വരെ ഒഴുകുക, അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് മാറ്റുക. ഇതാണ് 3 തരത്തിലുള്ള. അപ്പോൾ ഒന്നുകൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു ഈ പാട്ട്. അതായത് പ്രീ ക്യാൻസറസ് ഫേസിലുള്ള ഇൻഡിക്കേഷൻ ഞാൻ പറഞ്ഞ ഫാമിലീസിൽ, കുടുംബങ്ങളിലുള്ള അംഗങ്ങളിലോ നിയറസ്റ്റ് ബ്ലഡ് റിലേറ്റീവ്സിലോ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് ക്യാൻസർ ഫേസിൽ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ക്യാൻസറസ് ട്രീറ്റ്മെന്റ് ഫേസിൽ. ഇത് ഇത്രയാണ് നമുക്ക് പ്രിവെന്റീവ് ആസ്പെക്റ്റിൽ പറയാം. ഇനി അതിന്റെ ഡീറ്റെയിലോട്ട് ഞാൻ പോവുകയാണ്. ഡീറ്റെയിലോട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പേഷ്യന്റ് നമ്മളടുത്ത് വരുമ്പം നമ്മൾ നോക്കേണ്ടത്, ആദ്യം ഫ്രഷ് കേസ് ആണെങ്കിൽ ഒരു മോഡ് ഓഫ് അപ്രോച്ച് ആണ്. അതായത് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മളടുത്ത് വരുവാണെങ്കിൽ വേറൊരു മോഡ്. ഫ്രഷ് കേസ് ആണെങ്കിൽ എനിക്കുള്ള ഒരു അഡ്വൈസ് നമ്മളെ ഹോമിയോപ്പസിന്റെ എൻ്റെ കൊളീഗ്സിനോട് എനിക്ക് പറയാനുള്ളത് എന്താണ്, ഓൾവേസ് ഗെറ്റ് ഇറ്റ് ഡയഗ്നോസ്ഡ് തറലി. ഇഫ് യു നിങ്ങൾക്ക് അത് ഒരു പുതിയ കേസ് വരുവാണെങ്കിൽ അത് ക്യാൻസർ ആണെന്ന് ഉറപ്പുവരുത്താനുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്ത് പിന്നെന്താണ് കേസുകളും ഇതുകളും ഒക്കെ വരുന്നുണ്ട്, ചെയ്തിരിക്കണം. അഥവാ നിങ്ങൾക്ക് അത് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഓങ്കോളജിസ്റ്റിനെ റെഫർ ചെയ്തിട്ട് അത് നല്ല രീതിയിൽ ഡയഗ്നോസ് ചെയ്ത് വാങ്ങിക്കണം. ഡയഗ്നോസ് ചെയ്ത് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഡിസൈഡ് ചെയ്യണം ഇത് നമ്മൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. യു മേ ഡിഫർ, അതിൽ എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന പ്രധാനമായിട്ടും സർജറിയാണ്, അല്ലെങ്കിൽ റേഡിയേഷൻ ആണ്, അല്ലെങ്കിൽ കീമോയാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഹോർമോണൽ ട്രീറ്റ്മെന്റുകളുണ്ട്, ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്, അതൊക്കെയുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും സക്സസ് എന്ന് പറയുന്നത് സർജറിയാണ്. അപ്പോൾ എൻ്റെ ഒരു പോളിസി എന്താന്ന് പറഞ്ഞാൽ, ഒരു ക്യാൻസർ വന്നു അത് സർജറി ചെയ്ത് മാറ്റാൻ പറ്റിയാൽ ഞാൻ ഡെഫിനറ്റ് ആയിട്ടും ആ പേഷ്യനെ കൊണ്ട് സർജറി ചെയ്തിരിക്കും. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെയുള്ള മരുന്ന് കൊടുക്കുമ്പോൾ മരുന്ന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാൻസറസ് റിയാക്ഷൻ, ആ ട്യൂമറിലുള്ള റിയാക്ഷൻ എഗൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായി? അപ്പോഴ് അതിന്റെ നമ്മളെ ഹോമിയോ മരുന്നിന്റെ തന്നെ തമാശ രൂപത്തിൽ പറയുവാണെങ്കിൽ അതിന്റെ ജോലി കുറഞ്ഞു. ആ ടെൻഡൻസി മാറാനായിട്ടുള്ള വർക്ക് മാത്രം ചെയ്താൽ മതി, മറ്റത് മാറ്റി കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട്. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ ഈ കീമോതെറാപ്പിയും റേഡിയേഷൻ ട്രീറ്റ്മെന്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്യൂറിന് വേണ്ടിയുള്ള ഒരു ട്രീറ്റ്മെന്റ് വളരെ കുറച്ച് ക്യാൻസേഴ്സിന് മാത്രമേ ഉള്ളൂ.
ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് വരുന്ന ബ്ലഡ് ക്യാൻസേഴ്സിന് കീമോതെറാപ്പി വളരെ യൂസ്ഫുൾ ആണ് എന്ന് വെച്ച് മറ്റുള്ളതിന് അത് യൂസ്ഫുൾ അല്ല. പിന്നെ എന്തിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീമോ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളെല്ലാം മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ സർജറി ചെയ്യുന്നതിന് മുമ്പ് ഒരു കോഴ്സ് കീമോ കൊടുക്കും. എന്തിനാന്ന് പറഞ്ഞാൽ അതൊന്ന് ചുരുങ്ങുന്നതിനും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനും സർജറി ചെയ്യുന്നതിനും ഈസിയും ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പൊ കുടലിൻ്റെ അകത്തൊരു മാലിഗ്നൻസി ഉണ്ടെങ്കിൽ ഒരു കീമോ കൊടുത്തിട്ട് സർജറി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പേഷ്യൻ്റിനൊരു മലം പോകുന്നില്ല, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുണ്ടെങ്കിൽ ഒരു കോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ മാസ് ഒന്ന് ചുരുങ്ങുകയും ഒരു ക്യാവിറ്റി അല്ലെങ്കിൽ ഒരു പാസേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യും. അതാണ് കീമോയുടെ റോൾ. അല്ലാതെ ഒരു വളരെ കുറച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് ക്യാൻസേഴ്സ് അതുപോലുള്ള ക്യാൻസേഴ്സിന് മാത്രമേ കീമോ ക്യൂർ തരുന്നുള്ളൂ. അപ്പോഴത് നിങ്ങൾ ഓർത്തിരിക്കുക. രണ്ടാമത്തെ ഇറേഡിയേഷനും അതുപോലെ തന്നെയാണ്. പ്രധാനമായിട്ട് ഇറേഡിയേഷൻ നമുക്കും ഉപയോഗിക്കേണ്ട, റെഫർ ചെയ്യേണ്ടെന്ന് വരുന്ന കണ്ടീഷൻ ബോൺ പെയിൻസ് ഒക്കെ വരുമ്പോഴാണ് ഇറേഡിയേഷൻ കൊടുക്കുന്നത്. ഈ രണ്ട് മൊഡാലിറ്റിയും ക്യൂറേറ്റീവ് ആസ്പെക്റ്റിൽ വളരെ ലോ പെർസെൻറ്റേജേ ഉള്ളൂ. അതേസമയം സർജറി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ 100% അത് പിന്നെ അവിടെ നമ്മൾ ക്യാൻസറസ് ടെൻഡൻസി മാറ്റുന്നതിനുള്ള മരുന്ന് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വരുവാണെങ്കിൽ ഞാൻ അത് ഡയഗ്നോസ്ഡ് ആണോ എന്ന് നോക്കും. ഡയഗ്നോസ്ഡ് അല്ലെങ്കിൽ എനിക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് ഡയഗ്നോസ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റേജ് ബാക്കി പത്തോളജിക്കൽ ടൈപ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ തന്നെ പത്തോളജിക്കലായിട്ട് വളരെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അത് ഏതാണ്, അതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ഏതാണ്, അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലായി എത്ര നാളെടുക്കും, എത്ര നാൾ കൊടുക്കണം എന്നൊക്കെ ഉള്ള മനസ്സിലാക്കാനായിട്ട് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓങ്കോളജി കറണ്ട് എടുത്ത് വിട്ടിട്ട് അതിൻ്റെ അഭിപ്രായം മനസ്സിലാക്കുകയാണ് ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. രണ്ട്, പേഷ്യൻറ്റിനോടോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവിനോടോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കണം വാട്ട് ഈസ് അവർ സ്കോപ്പ്. അത് മസ്റ്റാണ്. ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് സ്യൂട്ടൊക്കെ വരും നമുക്കെതിരായിട്ട്. പിന്നെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ നമുക്ക് ഏത് അറ്റം വരെ പോകാൻ സാധിക്കും, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം പേഷ്യനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കണം, മസ്റ്റാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്ന കാര്യം. എന്താന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസറസ് പേഷ്യന്റിനെ കൊണ്ടുവരുന്നത് ഒരു മോനോ അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ ഒരു മോനോ അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ മോളോ അല്ലെങ്കിൽ മരുമോനോ ആയിരിക്കും നമ്മളടുത്ത് കൊണ്ടുവരുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തു, ഒരു കുറച്ച് ദിവസം നന്നായിരുന്നു, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ പേഷ്യന്റിന് മറ്റ് മക്കള് അല്ലെങ്കിൽ മറ്റേ ആൾക്കാർ നിങ്ങൾക്കെതിരായിട്ട് പറയും. അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ക്യാൻസറിന്റെ കേസിൽ ഒരു ഫാമിലി മെമ്പർ ട്രീറ്റ്മെന്റിന് വരുന്നെങ്കിൽ മറ്റു മക്കൾ 5 പേരുണ്ടെങ്കിൽ 5 പേരെയും നിങ്ങൾ പോയി സംസാരിച്ചിട്ട് 5 പേരുടെയും സമ്മതത്തോടു കൂടി മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ. ഇതെൻ്റെ ഒരു അഡ്വൈസ് ആണ്, ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ഈ രോഗിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇപ്പം 5 മക്കളുണ്ടെന്ന് വിചാരിക്കുക. ഒരാളാണ് നമ്മളെ അടുത്ത് പണ്ട് മുതലേ നമ്മളെ അടുത്ത് ഹോമിയോ മരുന്നുകൾക്ക് വരുന്ന ആള്, പുള്ളി നമ്മളിലുള്ള വിശ്വാസത്തിന് വന്നു, അസുഖത്തിന്റെ നേച്ചർ അനുസരിച്ച് 2 വർഷമോ 1 വർഷമോ ജീവിച്ചുള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹം കൈവിട്ടു പോവുകയാണെങ്കിൽ മറ്റുള്ള 4 പേരും ചേർന്ന് പറയും, നിങ്ങൾ എന്തിനാ ഹോമിയോ കൊടുത്തോണ്ടാണ് ഇത് സംഭവിച്ചത്, ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയും. അതുകൊണ്ട് അതുണ്ടാകാൻ പാടില്ല. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ ഡീറ്റെയിൽ ടു ദ പേഷ്യന്റ് ആൻഡ് നിയറസ്റ്റ് റിലേറ്റീവ് ആൻഡ് ഗെറ്റ് ദ കൺകറൻസ് ഓഫ് ദ അതർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ഓൾസോ ബിഫോർ സ്റ്റാർട്ടിങ് ദ ട്രീറ്റ്മെന്റ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് പിന്നെ ഇവിടെ ഏറ്റവും എനിക്കെതിരായി വരുന്ന ഒരു അഭിപ്രായമാണ്, എന്നാലും എൻ്റെ ഒരു അഭിപ്രായമായി ഞാൻ അത് രേഖപ്പെടുത്തുകയാണ്. ഡിബേറ്റിനൊന്നും ഞാനില്ല, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞു, അതായത് the particular potency of a drug is 100% specific for that diseased condition. അത് it may either act pathological lesion in the
lesion, or it may act in the diseased state, or it may act um, even the disease. ആ ഒരു സ്പെസിഫിസിറ്റി ഹോമിയോ മെഡിസിൻ ഉണ്ട്. അത് ഉണ്ടെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ഒരു മെഡിസിൻ ഒരു പൊട്ടൻസി മാത്രം പ്രൂവ് ചെയ്തിട്ടാണ്. ഡിഫറെന്റ് പൊട്ടൻസി പ്രൂവ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ മോർ സ്പെസിഫിക്. ഇപ്പം നമ്മൾ തന്നെ മെറ്റീരിയൽ മെഡിക്കൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഒരു കാലിന്റെ മുട്ടിനൊരു വേദന, അല്ലെ കാലിനൊരു വേദനയുണ്ട്. ആ വേദനയുടെ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ആ വേദനയുടെ പിന്നെ ഇലാബറേഷൻസ് നമ്മൾ പറയുകയാണെങ്കിൽ അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന 5 ഡോക്ടർമാർ പറയും. ഒരു ഡോക്ടർ പറയും യൂപ്പറ്റോറിയം കൊടുക്കാൻ പറയും. നമ്മൾ പറയും യൂപ്പറ്റോറിയം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോഴടുത്ത ഡോക്ടർ പറയും യൂപ്പറ്റോറിയം 200 കൊടുക്കാൻ പറയും. ഞാൻ പറഞ്ഞു 200 കൊടുത്തിട്ടുണ്ട്, എന്നാൽ റസ്റ്റോക്സ് കൊടുക്കുന്നു പറയും. അപ്പോൾ റസ്റ്റോക്സിന്റെയും അടുത്ത ആള് കുറെ പറയും. അത് കഴിയുമ്പോൾ മറ്റേ ആള് പറയും എന്നാ സിംഫൈറ്റം കൊടുക്കും എന്ന് പറയും. നോബഡി വിൽ സേ യു ഗീവ് സിന, നോബഡി വിൽ സേ യു ഗീവ് യൂഫ്രേഷ്യ. വൈ? When the proving of the medicine is done, it is having specific action over the system, over the അതായത് പ്രൂവ് ചെയ്തപ്പം തന്നെ സിസ്റ്റത്തിന് ആക്ഷൻ ഉള്ള മെഡിസിൻസ് ഉണ്ട്, ടിഷ്യൂസിന് ആക്ഷൻ ഉള്ള മെഡിസിൻ ഉണ്ട്, പിന്നെ പെത്തോളജിക്കൽ സ്റ്റേറ്റിന് ആക്ഷൻ. അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ച ഉടനെ തന്നെ യൂപ്പറ്റോറിയവും റെസ്റ്റോക്സും സിംഫൈറ്റും ഒക്കെ പറഞ്ഞത്, സിന പറയാതിരുന്നു. അപ്പോൾ അങ്ങനെ ഡിഫറെന്റ് പൊട്ടൻസീസ് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഇത് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ഇത് കഴിഞ്ഞ 40 വർഷത്തെ പ്രാക്ടീസിൽ ഞാൻ ഒത്തിരി മെഡിസിൻസ് അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതുകൊണ്ടൊന്നും പറയുന്നതല്ല, എനിക്ക് വൈകുന്നേരം 12 മണി വരെയൊക്കെയാണ് പ്രാക്ടീസ്. അപ്പോഴെനിക്ക് ഇങ്ങനെ കഥയെല്ലാം കേട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കേട്ടിട്ട് എൻ്റെ ഈ സ്പെസിഫിക് ഫൈൻഡിങ്സ് വെച്ചിട്ട് ഞാൻ മെഡിസിൻ കൊടുക്കുകയാണ്. ദിവസം ഒരു 19-60 പേഷ്യൻസിനെ ഞാൻ ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ആക്ഷൻ കിട്ടുന്നതുകൊണ്ട് അവരെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് ആക്ഷൻ ഇല്ല അല്ലെങ്കിൽ ആ മെത്തേഡ് തെറ്റാണെന്ന് പറഞ്ഞാലൊന്നും ഞാൻ അത് സമ്മതിക്കാൻ തയ്യാറുമല്ല. പക്ഷേ ഇറ്റ് ഈസ് ഡിബേറ്റബിൾ. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. അപ്പോഴതാണ് ഞാൻ പറയുന്നത്. ആ രീതിയിലായിരിക്കും എൻ്റെ ഇനി പറയുന്ന കാര്യങ്ങളുമെല്ലാം. ഇവിടെ പറയാൻ പോകുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രശ്നം, ഒരു എന്താ പറയാ, ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ളതാണ്. പക്ഷെ എൻ്റെ സ്ട്രോങ് ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ഇവിടെ എപ്പോഴും ഈ പ്രസന്റ് ചെയ്യുന്ന ആള്, വെബിനാറിന് പ്രസന്റ് ചെയ്യുന്ന ആൾ പുള്ളിയുടെ എക്സ്പീരിയൻസ് ആണ് പറയേണ്ടത്. പലപ്പോഴും ഞാൻ കാണുന്നത് ഒരു ടോപ്പിക് എടുക്കുമ്പം ആ അസുഖത്തെ കുറിച്ച് അങ്ങ് ഭയങ്കരമായിട്ട് പറയും. അതിൻ്റെ പത്തോളജി, അതിൻ്റെ ഫിസിയോളജി, അതിൻ്റെ അനാട്ടമി. പക്ഷെ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് വരുമ്പം ഒന്നുമില്ല, വളരെ 1-2 കേസ് പറഞ്ഞു. അതല്ല, ഓരോ ഡോക്ടർമാരും അവരവരെ തെറ്റോ ശരിയോ ആയിക്കോട്ടെ, അവർ ചെയ്യുന്നത് തെറ്റായിക്കോട്ടെ, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതാണ് നമുക്ക് ഡോക്ടേഴ്സിന് ഉപകാരം. ഇപ്പൊ ഈ മറ്റേ ടോപ്പിക്കൊക്കെ സ്റ്റുഡൻസിനാണ് ഉപകാരപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ അടുത്ത സ്റ്റേറ്റ്മെന്റ് നിങ്ങളെല്ലാം എന്നെ എതിർക്കുന്ന ഒന്നാണ്, മെജോറിറ്റി ഓഫ് ഡോക്ടേഴ്സ്. എന്നാലും ഞാൻ സ്ട്രോങ് ആയിട്ട് പറയാണ്. സ്ട്രോങ് ആയിട്ട് പറയുന്നത് എന്താ പറഞ്ഞാൽ, നോ സിംഗിൾ മെഡിസിൻ ഓർ നോ സിംഗിൾ ഡോസ് വിൽ ക്യൂർ ക്യാൻസർ. It will not cure a cancer with a single medicine or with a single dose. അത് ഒരു സിംഗിൾ ഡോസ് കൊടുത്തിട്ട് ഒരു ക്യാൻസർ മാറ്റി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് CVAയും. ഞാൻ ഈ സെമിനാറിൽ തന്നെ കേട്ടു, ഈ വെബിനാറിൽ തന്നെ കേട്ടു, ഒരു ഡോക്ടർ ഒരു സിംഗിൾ മെഡിസിൻ കൊടുത്തിട്ട് പാരാലിസിസ് ആയിട്ട് എത്രയോ വർഷം കിടന്ന ഒരു പേഷ്യൻ്റ്. ഐ ഡോണ്ട് ബിലീവ്. അതെന്റെ അഭിപ്രായം. പക്ഷെ ഞാൻ വഴക്കുണ്ടാക്കാനോ ഡിബേറ്റബിളിനൊന്നും അല്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓൾറെഡി ഇപ്പം തന്നെ എൻ്റെ കയ്യിൽ ഒരു 3000 കേസ് ഓഫ് ക്യാൻസേഴ്സ് ഉണ്ട്. ഞാനൊരു 100 കേസ് തരാം, ഒരു ഡോസ് കൊടുത്ത് മാറ്റിത്തരാം. പക്ഷെ പറ്റൂല എന്ന് ഞാൻ 100% പറയുന്നു. പക്ഷെ ഞാൻ വഴക്കുണ്ടാക്കാനൊന്നും ഇല്ല, അല്ലെങ്കിൽ തർക്കിക്കാനും ഇല്ല. എൻ്റെ ഒബ്സർവേഷൻ അങ്ങനെ തന്നെ നിങ്ങൾ എടുക്കണം ദയവ് ചെയ്ത്. എൻ്റെ ഒബ്സർവേഷനാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടായിരിക്കും. പക്ഷെ ക്യാൻസർ പോലുള്ള കേസിൽ, എസ്റ്റാബ്ലിഷ്ഡ് ക്യാൻസർ, പലപ്പോഴും പോളിപ്പോസിസ് മാറും. പോളിപ്പോസിസും അതുപോലെ തന്നെ ബിനൈൻ ട്യൂമേഴ്സും ഒക്കെ പ്രസന്റ് ചെയ്തിട്ട് ക്യാൻസറാന്ന് പറയാനല്ല, ഇറ്റ് ഈസ് മാലിഗ്നൻസി മാറത്തില്ല. അത് എനിക്ക് സ്ട്രോങ് അഭിപ്രായമുണ്ട്. അതെൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ ഞാൻ
പറഞ്ഞ ഇതാണ്, നോ സിംഗിൾ മെഡിസിൻ, നോ സിംഗിൾ ഡോസ് വിൽ ക്യൂർ ക്യാൻസർ എന്നുള്ളത് എൻ്റെ ഒരു കൺവിഷനാണ് അവസാനത്തെ. ഇനി നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡിലോട്ട് വരാം. ഒരു ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അലോപ്പതി ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുമ്പാണെങ്കിലും എടുത്തതിന് ശേഷവും നമ്മൾ വരുവാണെങ്കിൽ, ഓൾവേസ് വാട്ട് ഐ യൂസ് ടു ഡു ഈസ്, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, എൻ്റെ കാര്യമാണ് പറയുന്നത്. വാട്ട് ഐ യൂസ് ടു ഈസ് ഐ വിൽ ഗിവ് ഫ്യൂ ഡോസസ് ഓഫ് മലാൻഡ്രിനം. അത് ക്യാൻസർ ട്രീറ്റ്മെന്റ് അലോപ്പതി എടുക്കുന്നതിന് മുമ്പാണെങ്കിലും കൊടുക്കും, എടുത്തതിന് ശേഷമാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫർദർ സ്പ്രെഡും ഫർദർ ആയിട്ട് ഉള്ള ഇതും ബ്രേക്ക് ചെയ്യും എന്നുള്ളതാണ്. വേറെ മെഡിസിൻസ് പറയുന്നുണ്ട്, അത് വേരിയോളിനം, അതുപോലെ തന്നെ വേറെ നോസ് ഇവിടെ ഉണ്ടല്ലോ, പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ വരും. ഓക്കെ, ഞാൻ പറയാം. ഞാൻ കൊടുക്കുന്നത് മലാൻഡ്രിനം ഫ്യൂ ഡോസസ് കൊടുക്കും. അത് പേഷ്യന്റ് അലോപ്പതി ട്രീറ്റ്മെന്റ് സർജറിക്ക് പോകുന്നതിന് മുമ്പും കൊടുക്കും. ആദ്യമായിട്ട് ക്യാൻസർ ട്രീറ്റ്മെന്റ് എടുക്കാൻ ഈ മറ്റുള്ള അലോപ്പതി കംപ്ലീറ്റ് ചെയ്തിട്ട് വരുമ്പോഴും കൊടുക്കാറുണ്ട്. ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുമ്പ്, സർജറി ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വരുവാണെങ്കിൽ ഞാൻ വേറൊരു മരുന്ന് കൂടെ കൊടുക്കാറുണ്ട്. അത് എൻ്റെ പ്രാക്ടിക്കൽ സൈഡിൽ നിന്ന് പറയുന്നത് അത് സൈലീഷ്യയാണ്. Silicea will prevent the adherence of the malignant cells in other part of the body. അത് പ്രിവെന്റ് ചെയ്യുന്നുള്ള 100% ഉറപ്പാണ്. അത് പിന്നെ സിലീഷ്യയ്ക്കുള്ള ഒരു ആക്ഷനാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഇന്റർ കറന്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ മലാൻഡ്രിനം പോലെ തന്നെ ആക്ഷൻ ഉള്ളതാണ് വാക്സിനും വേരിയോളിനും. പിന്നെ ഓഫ്കോഴ്സ് സൂചിയും അതുപോലെ ഒരു പരിധി വരെ ഉണ്ട്. പക്ഷെ ഞാൻ കൊടുക്കുന്നത് പ്രധാനമായിട്ടും മലാൻഡ്രിനമാണ്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഞാൻ പറയുകയാണ്. അടുത്ത ഇതെന്ന് പറയുന്നത് കുറച്ച് ഇന്റർ കറന്റ്, നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഇന്റർ കറന്റ് ആയിട്ട് കുറച്ച് ഹോമിയോ ഡ്രഗ്സ് കൊടുക്കേണ്ടി വരും. മെയിൻ ഇൻഡിക്കേറ്റഡ് മെഡിസിൻസിന് പുറമെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്റർ കറന്റ് റെമഡീസ് ആണ്. ഒന്ന് ഗാലിയം അപ്പാർഗൻ. അത് എന്താ ഇൻഡിക്കേഷൻ? പ്രധാനമായിട്ട് അതിന് ഭയങ്കര കച്ചക്സി ഉള്ള പേഷ്യൻസ് ആയിരിക്കും. അത് കച്ചസ്റ്റിക് പേഷ്യൻസിന് പ്രധാനമായിട്ട് ഇൻഡിക്കേറ്റഡ് മെഡിസിൻ ഗാലിയം, അത് ഫ്യൂ ഡോസസ് കൊടുക്കണം. പിന്നെ ഒരു മരുന്ന് ഒത്തിരി ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയുന്ന സാധനം തന്നെ, ഞാനൊരു അറേഞ്ച്മെന്റ് അങ്ങ് പറയുന്നതെന്നുള്ളത്. ഒത്തിരി ട്രീറ്റ്മെന്റ് അലോപ്പതി ആയാലും ഹോമിയോ ആയാലും ഒക്കെ എടുത്തിട്ട് വരുവാണെങ്കിൽ ടു എസ്റ്റാബ്ലിഷ് ദ ഹോമിയോസ്റ്റാസിസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റെമഡി ആലോസ്. പിന്നെ ഒരെണ്ണം കലൻഡുല. പിന്നെ ഒരെണ്ണം ഫീമെയിൽസിൽ എസ്പെഷ്യലി യൂട്രൈൻ ആൻഡ് അത്തരം ഭാഗങ്ങളിലാണ് ക്യാൻസർസ് എങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റെമഡി ട്രൈഫോളിയമാണ്. ഞാൻ 3-4 മരുന്ന് പറഞ്ഞു. ഒന്ന് ആലോസ്, ഒന്ന് ഗാലിയം അപ്പാർനെ, ഒന്ന് കലൻഡുല, പിന്നെ ഫീമെയിൽ ജെനൈറ്റൽ ഓർഗൻസുമായിട്ട് റിലേറ്റഡ് ക്യാൻസർ ആണെങ്കിൽ ട്രൈഫോളിയം. ഇനി ഒരെണ്ണം ജനറൽ ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ലിംഫോമാസ് അല്ലെങ്കിൽ ലുക്കീമിയാസ്, അങ്ങനെയുള്ള ജനറലൈസ്ഡ് കണ്ടീഷൻസിനൊക്കെ ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡ്രഗ് കാലിയാഡ്സ്. അപ്പോൾ ഇത് ഇന്റർകറന്റായിട്ട് പലപ്പോഴും കൊടുക്കേണ്ടി വരും മറ്റുള്ള മരുന്നുകൾക്ക് പുറമെ. എന്നാൽ റിസൾട്ടുകൾ നല്ല റിസൾട്ട് ആയിരിക്കും എന്ന് പറയാനുള്ള. അതുപോലെ ഏറ്റവും ഞാൻ ജനറലായിട്ടൊരു അഭിപ്രായം പറയാനെങ്കിൽ ഈ പറയുന്ന വെജിറ്റബിൾ കിങ്ഡംസിനെക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡ്രഗ്സും വർക്കിംഗ് ആയിട്ടും റിസൾട്ടുകളും തരുന്നത് മിക്കവാറും മെറ്റൽസ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെറ്റൽ എന്ന് പറയുന്നത് കാഡ്മിയമാണ്. കാഡ്മിയത്തിന് തന്നെ നിങ്ങൾക്കറിയാമല്ലോ, 3-4 മെഡിസിൻ, അതിന്റെ ഡീറ്റെയിലോട്ട് ഞാൻ പോകുന്നില്ല. കാഡ്മിയം ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പാണ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പാണ് കാലിയാഡ്സ്. ഞാൻ അതിശയോക്തി പറയുന്നതല്ല, നിങ്ങളെല്ലാം നോട്ട് ചെയ്തോളൂ. എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ മരുന്ന് ക്യാൻസറിന് പറയാവോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഈ 40 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയും, വേറെ ഒരു മരുന്ന് കൊടുത്തില്ലെങ്കിലും നിങ്ങൾ കൊടുക്കുക. ഇതെൻ്റെ ഒരു
ഒരു മാസ്റ്റർ ഇതാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്തോളൂ. ഞാൻ IHK ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓഫ് നീ ജോയിന്റ് ഈ ഇൻവേരിയബിലി ആര് വേണേലും വെരിഫൈ ചെയ്തോളൂ. ബ്രയോണിയ 10 കൊടുത്തോളൂ. ഓസ്റ്റിയോ 100% റിസൾട്ട് ആണ് എന്ന് വെച്ചിട്ട് മാറുമോന്നല്ല ഞാൻ പറയുന്നത്. അതിന് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മയാസ്മാറ്റിക് ഡ്രഗ്സ്, എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ മയാസ്മാറ്റിക് തന്നെ എനിക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. അപ്പോഴേ അത് മയാസ്മാറ്റിക് ഡ്രഗ്സ് തന്നെ കൊടുക്കണം. പക്ഷേ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓഫ് നീ ജോയിന്റ് അത് ഓർത്തണം. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓഫ് നീ ജോയിന്റിന് ബ്രയോണിയ 10. അതുപോലെ ഞാൻ പറയുകയാണ്, ക്യാൻസർ കേസസിൽ 100% വർക്ക് ചെയ്യുന്ന, എല്ലാ ക്യാൻസേഴ്സിനും വർക്ക് ചെയ്യുന്ന ഒരേ ഒരു മരുന്ന് ഉള്ളൂ മെറ്റീരിയൽ മെഡിക്കൽ. അത് ഏറ്റവും എൻ്റെ പ്രാക്ടീസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന 40 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇപ്പോൾ ഇവിടെ പറയുകയാണ്, അത് കാലിഫോസ് 200 ആണ്. നിങ്ങൾ കൊടുത്തു നോക്കൂ, കാലിഫോസ് 200. ഏത് ക്യാൻസറിന് കൊടുക്കും, ഇറ്റ് വിൽ നോട്ട് റെക്കർ. പക്ഷെ നിങ്ങൾ പറയുന്ന പോലെ 1 ഡോസോ 2 ഡോസോ ഒന്നും അല്ല. അത് നിങ്ങൾ ഡിസൈഡ് ചെയ്തോളൂ. ഞാൻ ആ പാർട്ടിലോട്ട് കിടക്കുന്നില്ല. ഏത് ക്യാൻസറിനും കൊടുത്തു നോക്കൂ. സിംഗിൾ ഡ്രഗ് ഇൻ ദ മെറ്റീരിയൽ മെഡിക്ക വിച്ച് 100% prevents cancer is Califos 200. It is not Califos 6x, it is not Califos 30, it is not Califos 1m, it is not Califos 50m, it is only Califos 200. Why? Because it is specific action. This Califos 200 identifies the cancer cells and it acts only on the cancer cells. That is, it is to be proved by the scientific world. I am not responsible for proving it. I am saying a statement, I am saying an observation. It is to be proved by the scientific world. Okay. So that is the main what I want to reveal. Second thing is, for as I said, familial tendency to prevent, the main drugs are Buforana, then trifolium, especially genital cancers, then intestinal cancers, Condirongo, then along with Condirongo you can use carcinosin also, then prostate cancer, mainly Phytolacca, breast cancer, mainly Astreas rubens and arsenic iodide. In general, I told earlier, Viscum album general. This is specific. The potency, the repetition, the dose, everything you can decide according to your experience. So that's the one group of drugs. The other group of drugs, which is very, very, very important, is cadmium group. That too, cadmium sulf and cadmium iodide. The nearest, actually, if it is familial tendency, along with this, for example, if it is a GIT cancer, you can give either Condirongo or carcinosin, depending on the general indications. Next, in addition to this, definitely you have to give anti-miasmatic drugs. In families, in addition to the common drugs, what I used to do is, I will give a dose of, first to start with, I will give a dose of Cifilinum. That is followed by, after a period you can decide, after 1 month or 2 months or 3 months, that depends. Usually I used to give after 1 month another dose of Tuja. And after 1 month, I will give 1 dose of sulfur. So these 3 trios, starting from Cifilinum to Tuja to sulfur. Then similarly, the trios in second group is, you can give Sorinum, second Medorinum, third Mersol.
This is another triose. Mersol, Medorinum, and Sorinum. The indication, of course, you can know. Sorna usually without any identified pathology, there is tendency to cancer. I like that. So that I am going, in the next class, if you want, I can give you the details. But for the time being, I am giving only you the name of the drugs and main indication. So that is the familial tendency. Then coming to the complications prevention, as you know, the spread of the cancers. Spread of the cancers mainly through the direct spread, or it may be indirect spread. Direct spread, it is spread to the local area. The indirect spread to the distant area. Directly, again, you can call infiltrations, or directly it can erode to the adjacent area, or it can migrate to the distant, mainly blood, or to the lymph nodes, or to the through the blood vessels or body cavity, or it can be iatrogenic also. Distance spread mainly blood കൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ലിംഫ് ഫാറ്റിക്സിൽ കൂടെ പോവാം, അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിന്റെ അകത്തൂടെ തന്നെ ഇൻവാജിനേറ്റ് ചെയ്ത് പോവാം. അതിനൊരു എക്സാമ്പിൾ ആണ് റീനൽ സെൽ കാർസിനോമ. റീനൽ സെൽ കാർസിനോമ മെയിൻലി സ്പ്രെഡ് ത്രൂ ദ ബ്ലഡ് വെയിനിൽ കൂടെ പോകാം. അടുത്ത ഒരെണ്ണമാണ് ബോഡി ക്യാവിറ്റി കൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഏതാണ്? എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഗ്യാസ്ട്രിക് കാർസിനോമയിലെ കാർസിനോമാറ്റസ് സെൽസ് അവിടെ നിന്ന് ഡെന്യൂഡഡ് ആയി അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് താഴോട്ട് വീഴുമ്പോഴത്തേക്ക് പെൽവിക് ക്യാവിറ്റി പോയിട്ട് ഓവറിയുടെ പുറത്തോ അല്ലെങ്കിൽ പിന്നെ യൂട്രസിന്റെ പുറത്ത് വന്നിട്ട് അവിടെ നിന്ന് ക്യാൻസർ ഡെവലപ്പ് ചെയ്യും. അതിനാണ് നമ്മൾ ക്രുക്കൻബർഗ്സ് ട്യൂമർ എന്ന് പറയുന്നത്. ഇപ്പോൾ അത്തരം ബോഡി ക്യാവിറ്റി അല്ലെങ്കിൽ ഡോക്ടർമാർ തന്നെ കാണിക്കുന്നത് പ്രധാനമായിട്ടും ഹൈഡ്രോജനിക് സ്പ്രെഡ് ആണ്. ഹൈഡ്രോജനിക് സ്പ്രെഡ് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, രണ്ട് മരുന്ന്. One is melandrinum, the other one is silicea. Silicea usually I used to give highest potencies to prevent. Because you get a chance only once. No, before going to surgery, you will give one dose. That is the spread regarding the spread of the cancer. ഇവിടെ ഓർക്കേണ്ടത് ഈ സ്പ്രെഡ് ഓഫ് ദ ക്യാൻസറിന് വേറെ രണ്ട് മെഡിസിൻ കൂടെ ഉണ്ട്. അത് ഇൻഡിക്കേഷൻ അനുസരിച്ചിട്ടാണ് കൊടുക്കേണ്ടത്. ഒന്ന് ആസിഡ് നൈട്രിക്കവും ഈ സ്പ്രെഡിന് നല്ല മെഡിസിൻ. അതുപോലെ ഒന്നാണ് ഫോർമാലിനും ആസിഡ് നൈട്രിക്കവും. ഇനി ബ്ലഡ് സ്പ്രെഡ് പ്രിവെന്റ് ചെയ്യുന്ന പ്രധാന മരുന്ന് ബ്ലഡ് ഫോസ്ഫറസ് ആണ്. ലിംഫാറ്റിക് സ്പ്രെഡ് പ്രിവെന്റ് ചെയ്യുന്ന പ്രധാന മരുന്ന് കാർബോളിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ ബോഡി ക്യാവിറ്റി ഗ്രാവിറ്റേഷൻസിൽ കൂടെ വരുന്നത് പ്രധാനമായിട്ടും അമോണിയം കാർബും സ്ട്രോൺഷ്യൻ കാർബുമാണ്. കാരണം ഇത് ഡെന്യൂഡഡ് സെല്ലിന് റിസീവ് ചെയ്യത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി ഈ പറയുന്നതൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ഇൻഡിക്കേഷൻ മറ്റീരിയൽ മെഡിക്കൽ നമ്മൾ കേസ് എടുക്കുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് കൊടുക്കുന്നതിൽ തെറ്റില്ല. ഇത് ഞാൻ പറയുന്നത് ജനറൽ ആയിട്ടാണ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു പോളിപ്പോസിസ് കോളി നിങ്ങൾക്ക് എല്ലാം അറിയുന്നതാണല്ലോ. അത് ഒരു പ്രീ ക്യാൻസറസ് കണ്ടീഷനാണ്. ഇറ്റ് വിൽ റൺ ഇൻ ഫാമിലീസ്. എനിക്കൊരു 8 ഫാമിലി ഉണ്ട് പോളിപ്പോസിസ് ക്യാൻസേഴ്സിന്. ആദ്യമൊക്കെ ഞാൻ പല പ്രാവശ്യമായിട്ട് സർജറി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോളായി. ആർക്കും പിന്നെ വന്നിട്ടില്ല. ഒരാൾക്കാണെങ്കിൽ 8 വർഷമായി, ഒരാൾക്ക് 4 വർഷമായി, ഒരാൾക്ക് 1 വർഷമേ ആവുന്നുള്ളൂ സർജറി കഴിഞ്ഞിട്ട്. റെക്കർ ചെയ്തിട്ടില്ല. അത് ഓക്കെ. പക്ഷെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് കിട്ടാം. ഞാൻ പറയാൻ വന്നത് ഈ പോളിപ്പോസിസ് കോളേജിൽ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആ പേഷ്യൻസിന് ഒരുപാട് മരുന്നൊക്കെ കൊടുത്തു, ഒരു രക്ഷയില്ല. പിന്നെയും വന്നു. ഏതാണ്ട് 2-3 പ്രാവശ്യം തന്നെ പോളിപ്പിന് സർജറി ഞാൻ തന്നെ ചെയ്യിപ്പിച്ചു. പിന്നെയും വന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പുള്ളി പറയുന്നത്, ഡോക്ടറെ, എനിക്ക് ഈ ടെൻഷനും മറ്റും എല്ലാം വരുമ്പം ഞാൻ പറയുന്നത് നിങ്ങളെ ഈ സ്പെസിഫിസിറ്റി ആ രീതിയിലും ആകാം. പുള്ളി പറയാണ്, എനിക്ക് ഡോക്ടറെ ഈ അസുഖമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല.
പുള്ളി പറയാണ്, ഡോക്ടറെ എനിക്ക് എന്ത് പ്രശ്നം വന്നാലും പിന്നെ തലവേദന വന്നാലും ടെൻഷൻ വന്നാലും ഞാൻ ചീപ്പ് എടുത്തിട്ട് തല പോലും, അത് എനിക്ക് ഭയങ്കര റിലീഫാണ്. മനസ്സിലായല്ലോ? അത് ചെറിയ വയറ്റുവേദന വന്നാലും കണ്ണുവേദന വന്നാലും ജലദോഷം എല്ലാം എനിക്ക് അതാണ് റിലീഫ്. അപ്പോഴും ഞാൻ ചീപ്പ് എടുത്തല്ലോ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ് മേടിച്ചില്ലെന്ന്? അത് ഒരു സ്പെസിഫിക് കീനോട്ട് പ്രിസ്ക്രിപ്ഷൻ ആണ്. എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ റെഫർ ചെയ്ത് നോക്കുമ്പോഴാണ് എനിക്ക് മരുന്ന് കിട്ടിയത്. ഏതാന്ന് പറഞ്ഞാൽ ഫോമിക്ക റൂഫ. ലക്കിലി ദാറ്റ് മെഡിസിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ നേസൽ പോളിപ്പി ഓൾസോ. പക്ഷെ ഈ പേഷ്യന്റ് കംപ്ലീറ്റ് ആയിട്ട് പോയി. ആ പേഷ്യൻ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ 8 വർഷമായിട്ട് പോളിപ്പ് റെക്കർ ചെയ്തിട്ടില്ല വിത്ത് ദാറ്റ് മെഡിസിൻ ഓടി. അപ്പൊ അങ്ങനെ ചാൻസ് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതും ഞാൻ സിംഗിൾ ഡോസ് ഒന്നുമല്ല കൊടുത്തത്. ഫോമിക്ക റൂഫ ഐ ഗേവ് മൾട്ടിപ്പിൾ ഡോസ്. ബൈ ദറ്റ് ഫോർ ദ ലാസ്റ്റ് 8 years ആയിട്ട് റെക്കർ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് കാണാം, ഇല്ലാന്ന് ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ മറ്റുള്ള രീതിയിൽ റെഫറൻസ് ഉണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ബ്ലീഡിങ് ആണ്. ക്യാൻസർ ബ്ലീഡിങ് ആഫ്റ്റർ സർജറി ആയിട്ട് അല്ലെങ്കിൽ ബിഫോർ സർജറി ലീഷനിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ പ്രധാനമായിട്ടും വരുന്നത് അക്കലിഫ ഇൻഡിക്ക, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന മരുന്ന് തന്നെയാണ്. ആർണിക്ക, ഫോസ്ഫറസ്, മിലിഫോളിയം. ഇവിടെ ഒമിറ്റിംഗ്, ക്യാൻസർ പേഷ്യൻസിനെല്ലാം ഒമിറ്റിംഗ് ഉണ്ട്. നമ്മൾ ഒരുപാട് മരുന്നുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോമോർഫിനം പഠിച്ചിട്ടുണ്ട്, അമൈഗ്ദാലസ് പഠിച്ചിട്ടുണ്ട്, ക്രിയോസോട്ട് പഠിച്ചിട്ടുണ്ട്, കോൾച്ചിക്കം പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലർ ഓതേഴ്സ് പറയുന്നത് നെക്സോമിക്ക വണ്ണം എന്നൊക്കെ. പക്ഷെ എൻ്റെ പ്രാക്ടീസിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഫോസ്ഫറസ് 30 ബെസ്റ്റ് മെഡിസിൻ ഫോർ ഒമിറ്റിംഗ് ഫോളോയിങ് കീമോതെറാപ്പി. ഒമിറ്റിംഗ്, നോട്ട് ദ ഫോർ ദ അൾസർ. അതാണ് ഏറ്റവും കൂടുതൽ ഇൻഡിക്കേറ്റഡ് ആയിട്ട് വന്നേക്കുന്നത്. അത് 30 തന്നെ കൊടുക്കുകയും വേണമെന്നാണ്. അതുപോലെ തന്നെ അൾസറേഷന് ബെസ്റ്റ് മെഡിസിന് ഒന്ന് കാർബോളിക് ആസിഡ് ആണ്, രണ്ടത് സെമ്പർവ്യം. അതാണ് രണ്ടാമത്തെ മെഡിസിൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അനീമിയ ഫോളോയിങ് ക്യാൻസർ, ഐറിഡിയം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മെഡിസിൻ. അതുപോലെ തന്നെ ബോൺ സെക്കൻഡറീസ്, എസ്പെഷ്യലി ഫോളോയിങ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഓറമെറ്റും മിസീരിയവുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മെഡിസിൻ. സിവിയർ ഡെബിലിറ്റി, ക്യാൻസർ ഒക്കെ ചികിത്സിച്ചു പക്ഷെ ആൾക്ക് ഭയങ്കര ഡെബിലിറ്റി ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെഡിസിൻ പിന്നെ അസറ്റിക് ആസിഡാണ്. പക്ഷെ ലെസിത്തിനും ഒക്കെ കൊടുക്കാം. ബട്ട് അതിൻ്റെയൊക്കെ ഈ ഞാൻ പറഞ്ഞല്ലോ, വെജിറ്റബിൾ കിങ്ഡത്തിനെക്കാളും കുറച്ചുകൂടെ ഡീപ്പ് ആക്ടിങ്, കുറച്ചുകൂടെ റിസൾട്ടുകൾ കിട്ടുന്ന എപ്പോഴും മെറ്റൽസിനാണ്, അതിൽ തന്നെ ആസിഡ്സിനുമാണ്. അതുകൊണ്ടാണ് അസറ്റിക് ആസിഡിന് ഏറ്റവും നല്ല ആക്ഷൻ ഉണ്ട്. അതുപോലെ സ്പിങ്ക്ടറിക് ആക്ഷൻ ഉണ്ട്. സാധാരണ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ എല്ലാവർക്കും അറിയാമായിരിക്കും, കോസ്റ്റിക്കം പോലുള്ള മെഡിസിൻസ് ആണ്. പക്ഷേ ഒറ്റ സ്പിങ്ക്ടർ ഉള്ള ഓർഗൻസിൽ വരുന്നതാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ യൂറിത്രൽ സ്പിങ്ക്ടേഴ്സ്, പ്രോസ്റ്റേറ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്ട്രിക്ചർ വന്നിട്ട് സ്റ്റീനോസിസ് ഒക്കെ വരാം. അതിനും ബെസ്റ്റ് മെഡിസിൻ ജെൽസീമിയം CM ആണ്. നിങ്ങൾ കൊടുത്തു നോക്കൂ, ഭയങ്കര ആക്ഷൻ ആണ്. അതുപോലെ തന്നെ അലോപേഷ്യക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെഡിസിൻ ആസിഡ് ഫ്ലൂർ ആണ്. ഫോളോയിങ് കീമോതെറാപ്പി. സാർ, നമ്മുടെ ടൈം 10:24 ആയിട്ടുണ്ട്. അപ്പോഴും നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് മറ്റുള്ളത് ഉപയോഗിക്കാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇനി കുറേ ഉണ്ട്. അതായത് നമ്മൾ ലങ് സ്പ്രെഡിനുള്ളത്, യൂട്രൻ സ്പ്രെഡിനുള്ളത്, ലിവർ സ്പ്രെഡിനുള്ളത്, അങ്ങനെ പോകുന്നുണ്ട്. ആൽക്കഹോളിസം വന്നിട്ട് വരുന്നത്, അതുപോലെ തന്നെ യൂട്രൈൻ വൈറൽ ഇൻഫെക്ഷൻ ഫോളോയിങ് ക്യാൻസേഴ്സ്, അങ്ങനെ ഇൻഡിക്കേഷൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വെക്കാം. ഇത് ഇവിടെ നിർത്താം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് വിമർശനമാകണ്ട. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു. നിങ്ങൾക്ക് യോജിക്കാം, യോജിക്കാതിരിക്കാം. ഡോക്ടറെ, ഒരു സുബൈദ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്.
ഗുഡ് ഈവനിങ് ചോദിച്ചോട്ടെ. ഡോക്ടർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വളരെ നല്ല പ്രസന്റേഷൻ, വളരെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത് താങ്ക് യു. ഈ AML കേസിലാണ്. AML വിത്ത് ഫൈൻഡ് ഔട്ട് ചെയ്ത് വിത്ത് സിവിയർ പാൻസൈറ്റോപീനിയ, ഈവൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ്, കോമൺസ് പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് WBC എല്ലാം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കേണ്ട സ്റ്റേജിലായിരുന്നു. അങ്ങനെ സ്റ്റാർട്ടഡ് ടാർജറ്റഡ് കീമോതെറാപ്പി വിത്ത് വിനറ്റോക്ലോക്സ്, അസിറ്റാസിജം അത് കൊടുത്തു. ഇൻവാരിബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആയിരുന്നു. ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യന്റ് ആയപ്പോഴും നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കൊടുത്ത പേഷ്യന്റ് ആണ്. അത്രയും നാൾ ഹോമിയോ മെഡിസിൻ മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. അലോപ്പതി മെഡിസിൻ ഒരിക്കലും പോവാത്ത ആളാണ്. ഇപ്പൊ ആൾക്ക് ഒരു 7 കോഴ്സ് ഓഫ് കീമോ കഴിഞ്ഞ് ഇപ്പൊ റിലാപ്സ് വന്നിട്ടുണ്ട്. ബോൺ മാരോ ടെസ്റ്റ് ചെയ്തപ്പോൾ റിലാപ്സ്ഡ് ആണ്. പക്ഷെ സിംറ്റമാറ്റിക്കലി ഇസ് വെരി ബെറ്റർ, ബട്ട് the all blood values are very low. Platelet even ANC is 0 and WBC below 1000. RBC almost ഒരു 4 million അടുത്ത് വന്നിരുന്നു. ഇപ്പൊ ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ അഗെയിൻ. സോ വാട്ട്സ് സാറിന്റെ ഒപ്പീനിയൻ എന്താണ്, സാറിന്റെ എക്സ്പീരിയൻസ് AML കേസിൽ? കാരണം നമുക്കറിയാം ബ്ലഡ് ഡിസ്ക്രിപ്ഷന് ഡോക്ടറെ, ഇത് ഞാൻ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസേഴ്സ് വേറൊരു സെമിനാറിൽ പറയാം. പക്ഷെ ഞാൻ ഇപ്പൊ ഡോക്ടറിന് ഇത് ആൻസർ പറയാം. പക്ഷെ ഇത് ട്രീറ്റ്മെന്റ് പാർട്ടല്ല, ഇത് പ്രിവെന്റീവ് പാർട്ടാണ്. ഈ പറഞ്ഞതല്ല, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ട്രീറ്റ്മെന്റ് പാർട്ടല്ല, പ്രിവെന്റീവ്. വോമിറ്റിംഗ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, ക്യാൻസർ ഇൻഡസ്റ്റൈൻ വരുവാണെങ്കിൽ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, സർജറി ചെയ്തെങ്കിൽ ലിവർ പാർട്ട് മുറിച്ച് കളഞ്ഞു മറ്റിടത്ത് വരാതിരിക്കാൻ, അത് ആ ആസ്പെക്റ്റിലാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുത്തിട്ടുള്ളത്. മറ്റേ ട്രീറ്റ്മെന്റ് ഓഫ് ദ ക്യാൻസേഴ്സ് ഞാൻ പിന്നെ പറയാം. പക്ഷെ ഡോക്ടർ ഇപ്പം ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഈ കേസിൽ ഡോക്ടർ കൊടുക്കേണ്ട പ്രധാന മരുന്ന് 2 മരുന്നുകളാണ്. ഒന്ന് സിഫിലിനം, CM. ഞാനാണെങ്കിൽ CM എവരി ഫോർട്ട്നൈറ്റ് കൊടുക്കും സിഫിലിനം ഈ കേസിൽ. ചിലപ്പോൾ അടുപ്പിച്ച് കൊടുത്തൊന്നും വരും. എന്നിട്ട് രണ്ടാമത്തെ ഇപ്പൊ ഫോർട്ട്നൈറ്റിൽ കൊടുത്തിട്ട് അടുത്ത ഫോർട്ട്നൈറ്റിൽ തൂജ CM കൊടുക്കും. അത് കൂടാതെ കൊടുക്കുന്ന ഒരു പ്രധാന റെഗുലർ മെഡിസിൻ അല്ലെങ്കിൽ ഡെയിലി ഡോസിൽ കൊടുക്കുന്ന ഒരു മെഡിസിൻ എന്ന് പറയുന്നത് ബെൻസീനിയമാണ്. ബെൻസീനിയം. സിഫിലിനും കൊടുത്തിട്ടുണ്ട്, തൂജയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഈ കീമോ കൊടുക്കുന്ന ടൈമിലാണ് നമ്മൾ CM അല്ല 10 കൊടുത്തിരുന്നത്. അതൊന്നും അടുത്തെത്തത്തില്ല. CM തന്നെ വേണം. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഡോക്ടർ എൻ്റെ പഴയ ക്ലാസ് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇപ്പൊ ക്യാൻസറുകള് നമ്മളിപ്പം മെറ്റീരിയലിസം, ഡൈനാമിസം, ഇൻഫിനിറ്റിസം അങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുവാണെങ്കിൽ cancers can come from material to infinity stage. അത് അല്ലെങ്കിൽ തിരിച്ച് ഇൻഫിനിറ്റി ടു മെറ്റീരിയൽ സ്റ്റേജ്. എക്സാമ്പിൾസ് ഞാൻ പറയാം. ഒരു ഇൽ ഫിറ്റിംഗ് ഡെഞ്ചർ ഉണ്ടെങ്കിൽ അത് ഒരഞ്ഞൊരഞ്ഞ് ക്യാൻസർ ഉണ്ടാവാം ഒരു 20 വർഷം കഴിഞ്ഞ്. അത് മെറ്റീരിയലിസത്തിൽ നിന്ന് ഡൈനാമിസത്തിൽ പോയി, ഡൈനാമിസത്തിൽ നിന്ന് ഇൻഫിനിറ്റിസത്തിൽ എത്തുന്നതാണ് ക്യാൻസറായിട്ട് മാനിഫെസ്റ്റ് ചെയ്തത്. അതേസമയം മറ്റു രീതിയിൽ ഇൻഫിനിറ്റിസത്തിൽ നിന്ന് മെറ്റീരിയലായിട്ട് വന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്ന, നമ്മളെ വീട്ടിലൊരാള്, നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് പെട്ടെന്ന് മരിച്ചുപോയി. ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ വരുന്നു. അത് ഇൻഫിനിറ്റിസത്തിൽ ട്രോമ ഉണ്ടായിട്ട്, മെന്റൽ ട്രോമ ഉണ്ടായിട്ട്, അത് ഡൈനാമിസത്തിൽ വന്നിട്ട് ഡൈനാമിസത്തിൽ നിന്ന് മെറ്റീരിയലായിട്ട് മാനിഫെസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ 2 ടൈപ്പിലും ക്യാൻസേഴ്സിന്റെ മരുന്നുകളുടെ പൊട്ടൻസിക്ക് വ്യത്യാസമുണ്ട്. ഫസ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ ലോ ഡോസിൽ തുടങ്ങി അങ്ങോട്ടങ്ങ് പോവാം. പക്ഷെ സെക്കൻഡ് സ്റ്റേജിൽ സ്റ്റാർട്ട് ഫ്രം ദ CM ഓൾവേസ്. കാരണം അവിടെ 3 മാസം കൊണ്ട് ക്യാൻസർ ഡെവലപ്പ് ചെയ്ത് ഇൻഫിനിറ്റിസ് ലെവലിൽ നിന്ന് ഡൈനാമിക്സ് ലെവലിൽ നിന്ന് എക്സ്റ്റേണലായിട്ട് മാനിഫെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴും നമ്മൾ കൊടുക്കുന്ന മരുന്നും അതേ സ്പീഡിൽ പോയാലേ ആ ഇൻഫിനിറ്റി സ്റ്റേജിൽ എത്തത്തുള്ളൂ. അതും റിപ്പീറ്റഡ് ഡോസ് കൊണ്ട് എത്തത്തുള്ളൂ എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ഡോക്ടർ ഇതില് സാർ ഇങ്ങനത്തെ കേസിൽ ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലായിട്ട്, കാരണം നമുക്ക് എപ്പോഴും ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ വരേണ്ടൊക്കെ ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഡിറ്റാച്ച് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ്. കാരണം പ്രത്യേകിച്ച് ആള് എബ്രോഡാണ്, നമ്മുടെ നാട്ടിലല്ല. അപ്പൊ അങ്ങനെയുള്ള കേസിലാകുമ്പം അതും രണ്ടും കൂടെ ട്രീറ്റ്മെന്റ് കോയിൻസൈഡ് ചെയ്ത് പോകുന്ന എക്സ്പീരിയൻസ് എന്താണ് സാറിന്റെ? ഉണ്ടല്ലോ, ഒരുപാടുണ്ട്.
പക്ഷെ നമുക്കൊരു സപ്പോർട്ടൊക്കെ വേണ്ടി വരും. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ഇൻഡസ്ട്രിയൽ ക്യാൻസേഴ്സ്, മൾട്ടിപ്പിൾ പെരിറ്റോണിയൽ കാർസിനോമറ്റോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ പെരിറ്റോണിയത്തിലേക്ക് ക്യാൻസർ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഭയങ്കരമായിട്ട് അസൈറ്റിസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ടാപ്പ് ചെയ്യണം മരുന്ന് കൊടുക്കുന്നതിനോടൊപ്പം. അത് ആദ്യം ചിലപ്പം നമുക്ക് 3 ദിവസത്തിലൊരിക്കൽ ചെയ്യേണ്ടി വരും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ആഴ്ചയിലൊരിക്കലാവും, പിന്നെ 2 ആഴ്ചയിലൊരിക്കലാവും. അപ്പോൾ അങ്ങനെയുള്ള സപ്പോർട്ടൊക്കെ എല്ലാം വേണ്ടി വരും. പിന്നെ 2 ഈ പറയുന്ന അത് ഞാൻ ഡിബേറ്റബിൾ ആണ്. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞ ക്യാൻസറസ് മരുന്നോ മറ്റു മരുന്നുകളോ കൊടുത്തിട്ട് നമ്മളെ ഹോമിയോ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ഇഫ് യു ആർ ഗിവിംഗ് പൊട്ടൻഡൈസ്ഡ് മെഡിസിൻ ദാറ്റ് ടു ഹയർ പൊട്ടൻസീസ് ഇറ്റ് വിൽ നെവർ ഇന്ററാക്ട്. യു ക്യാൻ ഫ്രീലി ഗിവ്. അതൊക്കെ പറഞ്ഞതാണ്. കീമോ അഥവാ എന്തെങ്കിലും ഒരു ഇന്ററാക്ഷൻ വരുവാണെങ്കിൽ ഈ കീമോയുടെ ചില മരുന്നുകൾക്ക് മാത്രമേ ഉള്ളൂ. കാരണം ആ കീമോയുടെ ചില മരുന്നുകൾ സെല്ലിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്, നമ്മളെ മരുന്നും ആ ലെവലിലാണ് ആക്ട് ചെയ്യുന്നത്. അവിടെ ഒരു ഇന്റർഫിയറൻസ് വരാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ള ഇപ്പം പാരസെറ്റമോൾ അല്ലെങ്കിൽ ബ്രൂഫൻ അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് അതൊന്നും കൊടുത്തിട്ട് ഹോമിയോ മരുന്ന് കൊടുത്താൽ ഒരിക്കലും ഇന്ററാക്ട് ചെയ്യത്തില്ല. 100%. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മറിയാമ്മ ഡോക്ടർ. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. താങ്ക് യു. മറിയാമ്മ ഡോക്ടർ സംസാരിച്ചോ? സാറേ എന്റെ സംശയം മെലാൻഡ്രിനും സാർ ഏത് പൊട്ടൻസിയാ നമ്മൾ ആദ്യമേ കൊടുക്കേണ്ടതെന്നറിയാം. മെലാൻഡ്രിന് ഞാൻ യൂഷ്വലി 200 ആണ് കൊടുക്കുന്നത്. അത് നമ്മൾ സർജറി കഴിഞ്ഞ് വന്നാലും ഫ്രഷ് കേസ് ആയിട്ട് സർജറി കഴിഞ്ഞ് വന്നാലും 200, സർജറിക്ക് പോകുന്നതിന് മുമ്പും 200 തന്നെ. പിന്നെ സാർ സൈലീഷ്യ ഹൈ പൊട്ടൻസി എന്ന് പറഞ്ഞത് ഏതായിരിക്കും? സൈലീഷ്യ 1000 CMO അല്ലെങ്കിൽ 50 mO കൊടുക്കുക. അത് നിങ്ങൾക്ക് വിട്ടു. പേഷ്യന്റ് വളരെ ഡീവൈറ്റലൈസ്ഡ് ഒക്കെ ആണെങ്കിൽ CMOയിലോട്ട് പോകാതെ കുറച്ച് ലോ ഡോസിലോട്ട് കൊടുത്താൽ മതി. അത് വളരെ ഡീവൈറ്റലൈസ് ചില കച്ചക്സിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ 1 mg ഒക്കെ കൊടുത്താലും മതി. പക്ഷെ 1 mg കുറയ്ക്കല്. ഞാൻ മനസ്സിലായല്ലോ? ഭയങ്കരമായിട്ട് ഡിസബിൾ ഇതായിട്ടുള്ള പേഷ്യൻസിന്, ഡീവൈറ്റലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കാം, 1 mg കൊടുക്കാം. ഒരുമാതിരി ഹെൽത്തി യങ് പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ യു ഗീവ് CM. അതും ഒരു ഇൻഡിക്കേഷൻ ആണ്. യങ് പേഷ്യന്റ് ആണെങ്കിൽ യു ക്യാൻ ഗീവ് ഹൈ പേഷ്യന്റ്. ഭയങ്കര ഓൾഡ് ഏജ് ആണ്, ഡീവൈറ്റലൈസ്ഡ് ആണ്, കച്ചസിക് ആണെങ്കിൽ കുറച്ചൊന്ന് ഹൈപ്പൊട്ടൻസി കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. സാറ് ഈ മെലാൻഡ്രിനും 200 പറഞ്ഞത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എത്ര ദിവസത്തിലൊരിക്കൽ കൊടുക്കാം? അല്ല, ഇപ്പൊ അത് സാധാരണ ഗതിയിൽ ഞാൻ 2 ദിവസം മുമ്പാണെങ്കിൽ 4 ഡോസ് കൊടുക്കാൻ പറയും. രാവിലെയും വൈകിട്ടും ഓരോ ദിവസം 2 ദിവസം കൊടുക്കാൻ പറയും. 1 ദിവസം മുമ്പാണ് നമ്മുടെ അടുത്ത് വരുന്നതെങ്കിൽ ഒരു 2 ഡോസ് തന്നെ കൊടുക്കും. അതിൽ കൂടുതൽ കൊടുക്കാം സമയം കിട്ടത്തില്ല. സൈലീഷ്യ അല്ല, മെലാൻഡ്രിനോ അങ്ങനെ തന്നെയാണ്. ഓപ്പറേഷന് മുമ്പ് വന്നിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ കൊടുക്കാം. ഒരാഴ്ചയെങ്കിലും കൊടുക്കണം. കാരണം എവിടെയെങ്കിലും ഒക്കെ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിലേ അതെല്ലാം റിമൂവ് ചെയ്ത് പോകും ഇത് കൊടുത്തു കഴിഞ്ഞാൽ. അതുപോലെ ഗാലിയം ഏത് പൊട്ടൻസിയാ? ഗാലിയം അപ്പാർനെ അത് പൊട്ടൻസി അതും പിന്നെ 200 തന്നെയാണ്. ഞാൻ സാധാരണ ഹൈ പൊട്ടൻസി ഉപയോഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് അതിൽ കുറച്ച് പറയാൻ പറ്റത്തില്ല. ഒരു നന്ദി കൂടി പിന്നെ ഡോക്ടറെ, പിന്നെ അതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ സമയമായിപ്പോയെങ്കിലും ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം. അതായത് നമ്മൾ ഈ പലപ്പോഴും ഈ നമ്മളെ വെബിനാറിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഡ്രോപ്പ്. ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് വന്നോളൂ, ഞാൻ 1 ounce എടുത്തിട്ട് സൾഫർ കഴിക്കാം. 1 ounce sulfur, it will be only 1 dose. Suppose if you take that 1 ounce depleted early, it will form multiple doses. ഒന്നും സംഭവിക്കത്തില്ല. ഈവൻ ഞാൻ അത് ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ 230 ഒക്കെ ഞാൻ ഇഷ്ടംപോലെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ 10,000 കഴിയാൻ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിനൊരു സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ ഈ സൾഫർ 10 CM 1 ounce എടുത്ത് കഴിച്ച് കാണിക്കണം എന്ന് എനിക്കുണ്ട് മനസ്സിൽ. കാരണം ദാറ്റ് ഈസ് ഓൺലി എ സിംഗിൾ ഡോസ്. ചുമ്മാ പറയുന്നതാണ് 1 ounce ഇങ്ങനെ കൊടുത്താൽ കുഴപ്പമൊന്നും. അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് മൾട്ടിപ്പിൾ ഡോസ് ആവും.
എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. തെറ്റാകാതെ ശരിയാണ്. പക്ഷെ ഈ ലോ പൊട്ടൻസി കേസിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അതുകൂടെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു നിർത്താം. അതായത് ഞാൻ ഹൗസ് സർജൻ ആയിരുന്നപ്പോഴത്തേക്ക് ഗവൺമെന്റ് ഹോമിയോ ഹോസ്പിറ്റലില് തിരുവനന്തപുരത്ത് അവിടെ ഒരു പിന്നെ ഞങ്ങൾ ഹൗസ് സർജൻ ആയിരുന്നപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അവിടെ ഇരിക്കുമ്പോൾ അവിടുത്തെ RMO മാഡം നമ്മളടുത്ത് പറഞ്ഞു, ഇവിടെ മരുന്ന് കുറയുന്നുണ്ട്, നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം, ആരെങ്കിലും അടിച്ചോണ്ട് പോകുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോഴെന്താണെന്നറിയോ, ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ശ്രദ്ധിച്ചപ്പോൾ അവിടുത്തെ അറ്റൻഡർ എന്നും വൈകിട്ട് ഉച്ചയ്ക്ക് ഉണ്ടിട്ട് ഒരു കുപ്പി എടുത്തങ്ങ് അടിക്കും. അത് ബ്രയോണിയ 30 ആയിരിക്കും, അല്ലെങ്കിൽ ആർസനിക് ആൽബ് 30 ആയിരിക്കും. ഒറ്റ കുടിയാ, ഒന്നിച്ചു ഒരു ഔൺസ്, ഒരു ബോട്ടിലിന്റെ ഹാഫ് എങ്കിലും കുടിക്കും അയാൾ. അപ്പോൾ അയാൾക്കൊന്നും വന്നിട്ടില്ല. അത് സിംഗിൾ ഡോസ് ആയതുകൊണ്ടാണ്. അതേസമയം അയാൾ ഈ ഡിവൈഡ് ചെയ്ത് കഴിച്ചിരുന്നെങ്കിൽ ദാറ്റ് വിൽ ബി പ്രൂവിങ്. മനസ്സിലായല്ലേ? അതാണ് ഞാൻ മനസ്സിലാക്കിയത്. തെറ്റാകാൻ ശരിയാവും. ഓക്കെ ഓക്കെ, ഇല്ല സാർ, താങ്ക് യു. നമുക്കും അത് അനുഭവം വന്നിട്ടുണ്ട്. ജെൽസീമിയം, കാബോവെജ്, ആർണിക്ക ഒക്കെ ഇതുപോലെ 100 ml വെച്ച് എൻ്റെ ഒരു സ്റ്റാഫ് നമ്മൾ അവസാനം ആ കണ്ടുപിടിക്കുമായിരുന്നു. അവർക്കൊന്നും പക്ഷെ പറ്റില്ല. അതൊന്നും പറ്റിയില്ല. അതാ ഞാൻ പറയുന്നത്. ഞാൻ ഒന്നും പറ്റത്തില്ല. അത് സിംഗിൾ ഡോസേ ആവുള്ളൂ. അത് തെറ്റാണ്. ഓരോരുത്തർ ഇങ്ങനെ പറയുന്ന കേൾക്കാം, എനിക്ക് ചിരിയാ വരുന്നത് കേൾക്കുമ്പോൾ. കാരണം അത് എടുത്തിട്ട് ഇങ്ങനെ ഒരു തുള്ളി എടുത്താൽ എന്താ ഒരു വ്യത്യാസവും ഇല്ല. 30 തുള്ളി ഒഴിച്ചാലും 50 തുള്ളി ഒഴിച്ചാലും 1 ഡ്രോപ്പ് ഒഴിച്ചാലും ഒരു ഡോസേ ആവുന്നു. അത് അതിന്റെ അകത്തുള്ള ഫാലസി എന്ന് പറഞ്ഞാൽ 1 ഡ്രോപ്പ് ഒഴിച്ചാൽ അത് വർക്ക് ചെയ്യുന്നുള്ളതാണ്. 30 ഒഴിച്ചില്ലേലും ഒരു ഡോസ് ഒഴിച്ചാലും ആക്ട് ചെയ്യും. 30 ഒരേപോലെ. അത് മനസ്സിലായി സാറേ. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ സെക്ഷൻ വളരെ ഭംഗിയായിട്ട് നടക്കുകയാണ് ചെയ്ത്. സാറിന് ഇതിന്റെ ബാക്കി ക്ലാസ്സായിട്ട് വരണം. ഇനിയും സംശയങ്ങളും പോട്ടൻസിയിലൊക്കെ ഉണ്ട്. സമയം പോയത് കൊണ്ട് ഇവിടെ നിർത്തുന്നതാണ്. ഇത്ര നല്ലൊരു ക്ലാസ് നമുക്ക് എടുത്തു തന്ന രവികുമാർ സാറിന് വളരെയധികം സ്നേഹപൂർവ്വം നന്ദി. IFH-ന്റെ പേരിലും ഇത് പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ അറിയിക്കുകയാണ്. ഇനിയും എത്രയും വേഗം സാറ് വീണ്ടും ഇതിന്റെ ബാക്കിയുമായിട്ട് വരണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഇന്നത്തെ മോഡറേറ്റർ അഞ്ജിത ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അഞ്ജിതയ്ക്കും മറിയമ്മ ഡോക്ടറിനും ഇത് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വെബിനാർ സെക്ഷൻ അവസാനിപ്പിക്കാം. ശുഭനിദ്ര, സുഖനിദ്ര. എല്ലാവർക്കും നന്ദി.